കുളങ്ങര അമ്പലത്തിൽ പോവാണ് ഗൈസ്. ആരിക്കോട്ടെ ഞാൻ അമ്പലപ്പുര കഴിഞ്ഞ് പോകണം. അമ്പലപ്പുരയൊക്കെ കഴിഞ്ഞ് പോകണേ. ആരിക്കോട്ടും കാണുന്നില്ലല്ലോ. ഇത് വരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും ഒരുപാട് തേരുണ്ടായിരുന്നേ. ഓരോ കരയിൽ നിന്നും വരുന്ന തേരാണ്. അപ്പോൾ ഇത് ഒരു കരയിൽ നിന്നും വന്ന തേരാണ് കേട്ടോ. അങ്ങനെ ദേവിയെ അത് കാണിച്ചതിന് ശേഷം അവരങ്ങോട്ട് മാറ്റി വയ്ക്കുവേ. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് അവിടെ. പിന്നെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും 100 രൂപയായിരുന്നു. ഞാനും ഒരു കമ്മൽ വാങ്ങിച്ചു. പിന്നെ അടിപൊളി മാലയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ മാല ഇടുവോ? ഇതെത്രയാ മാലയ്ക്ക്? ഞങ്ങളുടെ കമ്മലെല്ലാം വാങ്ങിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. രാത്രി ഒരു 8:30 ആയിട്ടുണ്ടാകും. എന്നാലും തിരക്ക് കണ്ടോ. നല്ല മൈലാഞ്ചിയൊക്കെ ഇട്ടു. ആര്യക്കുട്ടൻ പച്ചയും കുത്തി കേട്ടോ. പിന്നെ ആര്യക്കുട്ടന് ഞാൻ ഇൻസ്ട്രുമെൻ്റ് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചു കൊടുത്തോട്ടോ. 200 രൂപയായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഒറ്റക്കമ്പി എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ നേരെ മാർക്കറ്റിലോട്ടായിരുന്നു പോയത്. ചേമ്പ് വാങ്ങിച്ചു. 1 കിലോ ചേമ്പിന് 80 രൂപയായിരുന്നേ. ചേമ്പെല്ലാം വാങ്ങിച്ചു. കുറേ ചേന, ചേമ്പ്, കാച്ചിൽ, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുറേ പിച്ചാത്തി കളക്ഷൻസും പിന്നെ എന്താ കത്രികയും, ആര്യയാണെങ്കിൽ കത്രികയും വാങ്ങിച്ച് ചെടികളൊക്കെ വെട്ടുന്ന. അങ്ങനെ ഓണാട്ടുകാര മാർക്കറ്റിൽ നിന്ന് നേരെ പോയത് ഈ വൃക്ഷത്തൈകൾ വിൽക്കുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു നീലക്കുടുവേൽ വാങ്ങിച്ചു. കുറച്ച് നാളായിട്ട് നെഗറ്റീവ് എനർജി മാത്രം ഉള്ളതുകൊണ്ട് കുറച്ച് പോസിറ്റീവ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഒരുപാട് മാവിൻ തൈയും പ്ലാവിൻ തൈയും വെറൈറ്റി ടൈപ്പ് പൂക്കളും റോസ് തന്നെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറ്റി മുല്ല, അതുപോലെ തന്നെ കുറ്റി കുരുമുളകൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളിത് ഈ തൈകൾ 2-3 തൈകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിലോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു ഗായ്സ്. ഇപ്പം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെന്ന് തൊഴുതിട്ട്. അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.